ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഇന്നും ഞാൻ സിമ്പിൾ സ്റ്റെപ്സാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറേ സ്റ്റെപ്സ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പാട്ടൊന്നും ആയിട്ടില്ല. പാട്ടായിട്ടില്ല, പാട്ടോട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ അമ്പലത്തിനടുത്ത് പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പും കൂടെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പാട്ടും ഇതും കൂടെ ചേർത്ത് ഒരു നല്ലൊരു പാട്ടും ഇത് ചേർത്ത് സ്റ്റെപ്സും കൂടെ കൂട്ടി ഇണക്കി ചേർത്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു തിരുവാതിരക്കളി ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ അതായത് പദം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറത്തിപ്പാട്ട് അങ്ങനെ കുമ്മിയപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി ആ സ്റ്റെപ്പാണ് ഇടുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ. പെട്ടെന്ന് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. എല്ലാം വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഇന്നിട്ടിരുന്ന 3 സിമ്പിൾ സ്റ്റെപ്സാണ് ഇടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഇന്നെടുക്കാം. നമുക്കൊരു 2-3 സ്റ്റെപ്പ് കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് പാട്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ ആ തിരക്ക് കഴിഞ്ഞിട്ട് ഫുൾ എടുക്കാം. നമ്മൾ ഇത്രയും ദിവസം എടുത്ത ആ സ്റ്റെപ്സ് എല്ലാം ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റെപ്പ് തുടങ്ങാം. നമസ്കാരം. സ്റ്റെപ്സ് കാണിച്ചു തരാം. നിങ്ങൾ നേരത്തെ ചെറുള്ള സ്റ്റെപ്പ് തന്നെയാണ് എങ്കിൽ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളും. ഇതാണ് ഫസ്റ്റ് 1 2 1 2 3 4 കണ്ടോ. 1 2 1 2 3 4. അപ്പം നമ്മൾ ആദ്യം വലത്തൊരടി കൊടുത്തു, പിന്നെ ഇടത്തൊരടി കൊടുത്തു. അപ്പം നമ്മൾ വലത്തോട്ട് കറങ്ങി. രണ്ടാമത് നമ്മൾ ഇടത്തോട്ടടിച്ചു, വലത്തോട്ടടിച്ചു. അപ്പം ഇടത്തോട്ടാണ് കറങ്ങേണ്ടത്. അപ്പം രണ്ടുപേരും നിങ്ങൾ ഇങ്ങനെ എല്ലാവരും നിങ്ങൾ ഒരാൾ വലത്തോട്ട് ഒരാൾ എടുത്തു, ഒരാൾ വലത്തോട്ട് അങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ കാണിച്ചു തരുന്നൂടെ വലത്തോട്ടടിച്ചു കാണിച്ചു തരുന്നത് 1 2 അത്ര എടുക്കാം. 1 2 ഇത്ര എടുക്കാം. നമുക്ക് 1 2 1 2 3 1 2 3 4 പറഞ്ഞ കൈ താഴെ ഇട്ടാൽ മതി. 1 2 1 2 3 4. അതുപോലെ തന്നെ ഇടത്തോട്ടും 1 2 1 2 3 4. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 1 2 3 4 1 2 1 2 3 4. അപ്പോൾ നമ്മൾ വലത്തോട്ട് എടുത്തിട്ട് മാറി മാറി ചെയ്യണം. കറങ്ങുന്നതും അതുപോലെ വലത്തോട്ട് ചെയ്യുമ്പോൾ വലത്തോട്ട് കറങ്ങുക, ഇടത്തോട്ട് ചെയ്യുമ്പോൾ ഇടത്തോട്ട് കറങ്ങുക. ഒരു പ്രാവശ്യം കാണിച്ചു തരാം. 1 2. നമ്മൾ കൈ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കരുത്, ഇങ്ങനെയൊന്നും അടിക്കരുത്. ഞാൻ എപ്പോഴും പലപ്പോഴാണ് എന്നാലും നിങ്ങൾ പറയാണ്. 1 2 1 2 3 4. പിന്നെ 1 2 1 2 3 4. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കൂ നിങ്ങൾ. വന്നോളൂ. ഇന്നിപ്പോൾ എടുത്തല്ലോ സ്റ്റെപ്പ്, അത് നമുക്ക് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്യാം അല്ലേ? ശരി, ചെയ്തോളൂ. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. ശരിയാണ് ചെയ്തത്. പക്ഷെ കൈ രണ്ടുപേരും ഒരാൾ മുകളിൽ ഒരാൾ താഴെ എടുത്തു. നമുക്ക് ഇത് മതി. കൈ അധികം മുകളിൽ പോകണ്ട, ഇങ്ങനെ എടുത്താൽ മതി. ഇത് മതി കേട്ടോ. 1 2 1 2 3. അപ്പോൾ നമ്മളൊന്ന് 1 2 ചെരിഞ്ഞു കൊടുക്കണം. അത്ര ചെയ്തത് കറക്റ്റാണ്. കൈ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം ചെയ്യാം. ചെയ്തോളൂ. 1 2 1 2 3 4 1 2 1 2 3 4. മനസ്സിലായതായിട്ട് അല്ലേ? അപ്പൊ നമുക്കിനി ഓരോരുത്തരായിട്ടൊന്ന് ചെയ്താലോ? ചെയ്യാം. ചെയ്തോളൂ. രണ്ടുപേരോട് ചെയ്തോളൂ. ഞാൻ ചെയ്യാം. ശരി, ചെയ്തോളൂ. ഓക്കെ. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. ഒട്ടും സംശയമില്ല അല്ലേ? ശരി, അടുത്ത ആൾ ചെയ്തോളൂ. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. നന്നായിട്ട് മനസ്സിലായി രണ്ടുപേർക്ക് അല്ലേ? അപ്പൊ നമുക്കിനി ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം രണ്ടുപേർ ചേർന്നൊന്നും ചെയ്ത് നോക്കാം. ചെയ്തോളൂ. ഒരു പ്രാവശ്യം മതി. റെഡി. 1 2 1 2 3 4 1 2
പറഞ്ഞു തരാം. 1 2 3 4 1 2 3. അപ്പൊ നമ്മളിങ്ങനെ പോവാണ് സ്ക്വയർ പോലെ. അപ്പൊ അതാ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പൊ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ ഒരാൾ പുറത്തോട്ട് പോകുമ്പോൾ ഒരാൾ പുറത്തോട്ട് വരും. നമുക്ക് നോക്കാം അല്ലേ അത്? ശരി, മനസ്സിലായല്ലോ നന്നായിട്ട്? ഓക്കെ, ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു തരാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കൈ കൂട്ടിട്ടതാണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ കുത്തിപ്പാട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ട് വലിയ കൈ കൂട്ടിന് എടുക്കുന്നത്. 1 2 3 4 കണ്ടോ? പിന്നെ ഇവിടെ 1 2 3 4 ഒന്നുകൂടെ നോക്കണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇങ്ങനെ സ്ക്വയർ പോലെ വരും. അപ്പം ഈ ഇവിടെ നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് വരികയാണ്. ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചു. അപ്പം ഞാൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? 1 2 3 4 1 2 3 4. മനസ്സിലായില്ല? അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അതുപോലെ തന്നെയാണ്. 1 2 3 4 1 2. അപ്പം അടുത്തപ്പുറത്ത് വേറെ ആളുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പം 1 2 3 4 ഇവിടെ വരുമ്പോൾ 1 2 3 4. നമ്മൾ ആദ്യം ഇവിടെ കൈ കെട്ടി പിന്നെ അടുത്ത് ഇവിടെ തട്ടണം. 1 2 3 4 1 2 3 4 കണ്ടോ? ഇങ്ങനെ വന്നു. 1 2 3 4 1 2 3 4. നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞു തന്നത് ചെറിയ സംശയം പോലെ തോന്നിയായിരിക്കും. നമ്മൾ ചെയ്ത് നോക്കും. ഒന്നുകൂടെ നമുക്ക് ഇതിനെ ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് നമ്മളിങ്ങനെ തമ്മിൽ ക്രോസ് ചെയ്ത് പോകുന്ന സ്റ്റെപ്പാണ്. ചെയ്ത് കൊടുക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ശരിയാണ്. ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് കുതിച്ച് ചെയ്താലോ? ചെറുതായിട്ടൊന്ന് റെഡി ചെയ്ത് കൊടുക്കണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. വെരി ഗുഡ്. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? നമുക്കിനി അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്താൽ ക്ഷീണിച്ചൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. പഠിക്കാൻ സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കാണിക്കുമ്പോൾ അത് മനസ്സിലാവില്ല. നമുക്ക് നാലുപേർ കൂടെ ഇത് ചെയ്യാം. അപ്പോൾ ആൾ പെട്ടെന്ന് കൂടി കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടുപേര് അകത്തോട്ട് വരുന്നു, രണ്ടുപേര് പുറത്തോട്ട് പോകുന്നു. ആരാണ് അകത്തോട്ട് വരാൻ പോകുന്നത്? അകത്തോട്ട് പോകും. നമുക്ക് പുറത്തോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരനുസരിച്ച് വരും. റെഡിയാണല്ലോ? ശരി, നമുക്ക് തുടങ്ങാം. റെഡി? 1 2 3 4 1 2 3 4 1 2 3 4 1 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഒന്നുമില്ല സ്റ്റെപ്പ്. സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ നേരെ നിന്ന് കാണിക്കും. നിങ്ങളെല്ലാവരും നേരെ നിന്ന് ചെയ്യണമെങ്കിൽ 1 2 3 4 കണ്ടോ? 1 2 3 4. വളരെ സിമ്പിൾ സ്റ്റെപ്പ്. വെറുതെ നമ്മളിങ്ങനെ ഇത്രയുള്ള സ്റ്റെപ്പ്. ഇതാണ് സ്റ്റെപ്പ്. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി. തിരുവാതിരക്കളി ക്ലാസ് കണ്ടു കാണുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമുക്കിടയ്ക്ക് ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. കാരണം കൊണ്ടല്ല, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. അപ്പം ചുറ്റുപാടും വീടുകൾ, മുകളിലും താഴെയും ഒക്കെ ചുറ്റുപാടും കുട്ടികളും ഇങ്ങനെ അടുത്തടുത്തുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ബഹളം ഉണ്ടാവുമല്ലോ. നമ്മളെത്ര അടച്ചു കൂട്ടിയൊക്കെ എടുത്താലും കുട്ടികളുടെ ബഹളം കാണും. അപ്പോൾ അതൊരു ചെറിയ ബഹളമാണ്. കുട്ടികളെ രസമല്ലേ കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.